ഹരിയാന സീറ്റ് കോഴ ദേശീയ തലത്തിലും ചർച്ചയാകുന്നു. കോൺഗ്രസിനെതിരെ ചോദ്യങ്ങളുമായി മുതിർന്ന മാധ്യമപ്രവർത്തകർ രംഗത്ത്. ഉയരുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണെന്നും ഉന്നത നേതാക്കൾക്കെതിരെ ഉയരുന്ന പരാതിയിൽ അന്വേഷണം വേണമെന്നും മാധ്യമപ്രവർത്തകർ. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഉത്തരം നൽകാത്തിടത്തോളം കാലം ഇനിയും ചോദ്യങ്ങൾ ഉയർത്തും മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. ഹരിയാനയിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റാഫ് അംഗം ഉൾപ്പെടെ കൈക്കലാക്കിയെന്ന പരാതിയിൽ ദില്ലി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ മൗനം ചർച്ചയാകുന്നത്. ആരോപണങ്ങൾ വളരെ ഗൗരവതരമെന്നും കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ അന്വേഷണം നടത്താൻ നേതൃത്വം തയ്യാറാകണമെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജ് ബാബുൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് മറുപടി നൽകാത്ത കാലത്തോളം ചോദ്യങ്ങൾ ഉയരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. गंभीर मामला है। प्रियंका गांधी के सुरेश वेणुगोपाल पे जो आरोप लगे हैं इसको तत्काल पार्टी को स्पष्ट रूप से बताना चाहिए, क्लियर करना चाहिए कि आखिर मामला क्या है। जब तक इन आरोपों का स्पष्टीकरण नहीं आता है और ईमानदारी के साथ इसका जांच अगर नहीं होता है तो फिर कांग्रेस पर सवाल उठना लाजमी हो जाएगा। कांग्रेस पर फिर सवाल उठेंगे. അന്വേഷണം നടത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും എന്നാൽ ഉന്നത നേതാക്കളായ കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ കോൺഗ്രസിൽ ആര് തയ്യാറാകുമെന്ന ചോദ്യമാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൃഷ്ണകുമാർ ദുബെ ചോദിക്കുന്നത്. ये जो आरोप आते हैं, ये जो एक प्रकार से कहा जाए सीट को लेकर के, टिकट को लेकर के जो आरोप सामने आ रहे हैं, वो कहीं ना कहीं एक प्रकार से कहा जाए जांच का विषय हो गया है. देखिए, जांच कौन करेगा? वेणुगोपाल के खिलाफ जांच कौन करेगा? सुरेश के खिलाफ जांच कौन करेगा? प्रियंका गांधी के खिलाफ जांच कौन करेगा? കോൺഗ്രസ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ഹരിയാനയിലെ തോൽവിക്ക് കാരണമെന്നും ആരോപണങ്ങളിൽ വ്യക്തത വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെയാകും ഫലമെന്നും ദേശീയ തലത്തിൽ ചർച്ചകൾ സജീവമാണ്. കൈരളി ന്യൂസ്, ദില്ലി.